അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, താങ്കളിലേക്കാണ് അടുത്തത്. കാരണം താങ്കളുടെ ഒരു മറുപടി അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. ഒന്ന് മാത്രം പറയാം, ഈ കാസ്പ വഴി ലഭിക്കുന്ന പണത്തെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. അത് മാത്രം ചൂണ്ടിക്കാട്ടിയാലും സംസ്ഥാനം കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഇതിൻ്റെ കണക്കുകളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം തിരികെയും വരും. അല്ല, അതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇവിടെ ഓഡിറ്റിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ആ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ചില സംശയങ്ങൾ തോന്നിയത് കാരണം അത് ഇപ്പോൾ ഫണ്ട് അതിൽ ഓഡിറ്റിംഗ് നടക്കുകയാണ്. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടാൻ പറഞ്ഞപ്പോൾ ഇവര് പേരിട്ടില്ല. അപ്പൊ ഫണ്ട് അലോട്ട് ചെയ്തില്ല. അവസാനം ഈ ബഹളമൊക്കെ കഴിഞ്ഞ് മാർച്ച് തടസ്സമാണ്. ഇത്രയും വേഗം അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താനാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഡിജോ കാപ്പൻ. അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിലെ വളരെ പ്രശസ്തനായ ഡോക്ടർ ബി ഇക്ബാൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി. ഇടതുപക്ഷ സഹയാത്രികനാണ്. സഹയാത്രികനല്ല, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഉള്ള ഒരു ഭരണമായി ബന്ധപ്പെട്ട ഒരു ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊക്കെ ഒരു അഡ്വൈസ് തേടാമായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ രംഗവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും നമുക്കൊക്കെ അറിയത്തില്ലാത്ത കാര്യം അറിയാവുന്ന ആളുകളോട് ചോദിക്കണമല്ലോ. അപ്പം ഡോക്ടർ ബി ഇക്ബാലിനോടൊക്കെ ആകുമ്പം വിശ്വസിച്ച് ചോദിക്കാം. അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രതിനിധിയായി കേരള സർവകലാശാലയിലാകുകയും പിന്നെ പ്ലാനിംഗ് ബോർഡിൽ വരികയും ഒക്കെ ചെയ്തതാണ്. അപ്പം അദ്ദേഹത്തോടൊക്കെ ചോദിക്കണം, എന്താണ് ജനങ്ങൾ ഈ ആരോഗ്യ വകുപ്പ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, എന്താണ് നമ്മുടെ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഈ ഡോക്ടർ ഹരീഷ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം, അതിനെന്താണ് പ്രതിവിധി? അങ്ങനെയാണ് ഒരു തിരുത്തൽ നടത്തേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മുടെ ഇവിടെ നമുക്കറിയാം, സിനിമാ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹേമ കമ്മിറ്റിയെ വെച്ചു. ആ ഹേമ കമ്മിറ്റിയെ വെച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് 4 വർഷക്കാലം പൂഴ്ത്തിവെച്ചു. അത് കഴിഞ്ഞ് കോടതി പറഞ്ഞപ്പോഴാണ് അത് പുറത്തു വരുന്നത്. നമ്മളൊരു കാര്യത്തിന് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ഒരു കാര്യം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. അതിനകത്ത് എന്താണ് കാര്യം എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ അത് പുറത്തു വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പല കേസുകളും, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല കേസുകളും ഉണ്ടാകില്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ ഹരീഷ് തുറന്നു പറഞ്ഞ ഇക്കാര്യം അത് സത്യസന്ധതയോടുകൂടി അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി അതിനെ പരിശോധിക്കുകയും പരിശോധിച്ചിട്ട് ആ സിസ്റ്റത്തിന് എന്താണ് ആ പാളിച്ച വന്നിരിക്കുന്നത്, ബഡ്ജറ്റ് പ്രൊവിഷൻ യഥാസമയം കിട്ടാത്തത് കൊണ്ടാണോ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും നമ്മുടെ സാധാരണ ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ മരുന്നില്ലാതെ വന്നത് എന്ന ഒരു പരിശോധന നടത്തുകയും അതനുസരിച്ചിട്ട് വേണ്ട പരിഷ്കാരം നടത്തുകയും ചെയ്താൽ മതി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഭരണമേറ്റപ്പം ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലും ഒരു മനുഷ്യ ജീവിതമാണെന്നാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത്. ഇന്നലെ ഇവിടുത്തെ പ്രധാന പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 4 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നെന്നാണ്. അപ്പോൾ ഇതാരുടെ കുഴപ്പമാണ്? ഇവിടുത്തെ നികുതിദായകരുടെ കുഴപ്പമാണോ? അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഈ 140 പേര് കൂടിയാണ്. ആ 140 പേര് കൃത്യമായി ഒരു വിഭാഗം ഭരണവുമായി ഒരു ഭാഗം പ്രതിപക്ഷവുമായിട്ടിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതും പരിശോധിച്ചാൽ അത് ഭരണത്തിലിരിക്കുന്നവർക്കൊരു നാണക്കേടാകുകയല്ല. ഒരു പക്ഷേ നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ താഴത്തെ തട്ടിൽ നിന്നുള്ള ആളുകളിൽ നിന്നായിരിക്കും. അപ്പോൾ അത് കേൾക്കാനും കൂടെയുള്ള ഒരു ആർജവം ഉണ്ടാകണം. ഭയപ്പെടുത്തിയല്ല ഭരിക്കേണ്ടതെന്നുള്ളതാണ് എനിക്കിക്കാര്യത്തിൽ. അത് ഹരീഷിനെ ഭയപ്പെടുത്തരുത്, സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തരുത്, ഘടകകക്ഷികളെ ഭയപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പത്മനാഭൻ, നേരത്തെ സാങ്കേതിക തകരാറുണ്ട്, താങ്കൾക്ക് മുഴുവിപ്പിക്കാനായിരുന്നില്ല. അതിലേക്ക് കാര്യത്തിൽ ചില തകരാറുകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓഡിറ്റിംഗ് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ആരോഗ്യ രംഗത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024 സാമ്പത്തിക വർഷം, അത് മാർച്ച് 31-നുള്ളിൽ ആരോഗ്യ മേഖലയിൽ ചില കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. അതിലൊന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അന്ന് അത് സാധ്യമല്ല എന്ന് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ഫണ്ട് അലോട്ട്മെന്റ് അവിടെ നിന്നു.
അപ്പോഴാണ് പൈസ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ 2024 ജൂൺ മാസത്തിൽ പേര് മാറ്റി. അപ്പോഴേക്കും ആ സാമ്പത്തിക വർഷം കഴിഞ്ഞു. അപ്പൊ ഫണ്ട് വന്നില്ല. സത്യത്തില് ഈ ആശാ വർക്കർമാരുടെ ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ സർക്കാർ ബുദ്ധിമുട്ടിലാവാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നിങ്ങൾ കൈപ്പറ്റുമ്പോൾ ആ ഫണ്ട് കൊടുക്കുന്ന സമയത്തുള്ള നിബന്ധനകൾ നിങ്ങൾ പാലിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് കേരളം പോലുള്ള സാമ്പത്തികമായി വളരെ പ്രതിസന്ധി നേരിടുന്ന, കാരണം ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. ഒന്ന് കേരളം, മറ്റൊന്ന് ആന്ധ്രാപ്രദേശ്, മറ്റൊന്ന് രാജസ്ഥാൻ, ഒന്ന് പശ്ചിമ ബംഗാൾ, മറ്റൊന്ന് പഞ്ചാബ്. ഈ 5 സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ പാലിച്ചേ പറ്റൂലേ. ഫണ്ട് അലോട്ട്മെന്റ് വൈകും, അല്ലെങ്കിൽ ഫണ്ട് അലോട്ട്മെന്റ് നിലയ്ക്കും. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ കേരള സർക്കാരിന് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പൊ അത് കേരളം ആണ് അത് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു സംഗതി ഞാൻ പറയാം. നമ്മളെ കേരളത്തിലെ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിന് ചില തകരാറുകൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 644 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഇവിടെ പുതുക്കി പണിയാണ്. നാഷണൽ ഹൈവേ 66, 63,000 കോടി രൂപ ചെലവിൽ 644 കിലോമീറ്റർ. അത് നമുക്കറിയാം എങ്ങനെ നിർമ്മിക്കുന്നത്. കുന്നിടിച്ചിട്ടും വയൽ നികത്തിയിട്ടുമാണ് അത് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത്, ഇപ്പൊ ഈ മഴക്കാലത്ത് ചില സ്ഥലങ്ങളിൽ ചില മഴ കാരണം ചില കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ എന്തൊരു വലിയ വിമർശന എന്താ പറയാ ബഹളമായിരുന്നു കേരളത്തിൽ. ഈ 644 കിലോമീറ്റർ ഹൈവേ പണിയുമ്പോൾ 8-10 സ്ഥലത്താണ്, അതും വലിയ മഴ കാരണം വലിയ കുന്നുകൾ ഇടിച്ച് വലിയ വയലൊക്കെ നികത്തി ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതിനെ പർവ്വതീകരിച്ച് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു അന്തരീക്ഷം ചില ആൾക്കാർ സൃഷ്ടിക്കുന്നുണ്ട്. വല്ലാതെ നെഗറ്റിവിറ്റി എന്താ പറയാ സമൂഹത്തിലേക്ക് കുത്തിവെക്കുന്ന ഒരു പരിപാടി. ആ ആളുകളുടെ കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരാവണം. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കരുത്. അവരോട് മത്സരിക്കാൻ പോയിട്ടോ ബഹളം ഉണ്ടാക്കാൻ പോയിട്ടോ കാര്യമല്ല. അവരെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള, ഈ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാതിരിക്കുക, പോസിറ്റിവിറ്റിയിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മനോഭാവം കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിൽ ഈ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, കേന്ദ്രവും കേരളവും പരസ്പരം മല്ലടിക്കേണ്ടവരല്ല. കേരളവും കേന്ദ്രവും സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം സഹകരിച്ച് നമ്മുടെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തി മാക്സിമം ആളുകൾക്ക് പരമാവധി ഗുണം ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കേണ്ടവരാണ് എന്ന ഒരു ധാരണ, ബോധ്യം എല്ലാവർക്കും ഉണ്ടായാൽ നന്ന് എന്നേ പറയാനുള്ളൂ.